ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ പിക്സ്. ഞാൻ രേണു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ക്ലീൻ ചെയ്യുന്നതാണ്. ഇതുപോലെ റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ നന്നായി ഇതൊന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് വീർത്ത് വരും. അപ്പോൾ നമ്മൾ കുളിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് എടുത്തിട്ട് സ്റ്റെയിൻ ഉള്ള സൈഡ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് വീണ്ടും റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ റബ്ബ് ചെയ്ത് നന്നായി സ്ക്വീസ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, അത് അബ്സോർബ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നന്നായി പോകുന്നുണ്ട്. ഇങ്ങനെ നന്നായി റബ്ബ് ചെയ്ത് സ്ക്വീസ് ചെയ്യുമ്പോൾ ഇത് അബ്സോർബ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മൊത്തമായിട്ട് ഇളകിപ്പോകുള്ളൂ. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ 5 മിനിറ്റ് പോലും വേണ്ട. ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് എല്ലാം തന്നെ ഇങ്ങനെയാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് എപ്പോഴും നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാവൂ. കാരണം ഇത് മാക്സിമം പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതൊരു കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലീൻ ചെയ്യാതെ വീണ്ടും റീയൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയസ് ഉണ്ടാവാനുള്ള ചാൻസസ് അധികമാണ്. അത് സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ്. സോ നമ്മൾ എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ക്ലീൻ ചെയ്തിട്ടേ യൂസ് ചെയ്യാവൂ. ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ക്ലീൻ ചെയ്യാൻ യാതൊരു മടിയും വിചാരിക്കരുത്. സോ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പം നോക്കിക്കേ, അത് നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.